അപ്പയുടെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവ്വമുഴങ്കാലിനെ മടക്കാൻ കഴിവുള്ള ഏകനാമം എന്റെ യേശു അപ്പയുടെ നാമം. ഹല്ലേലൂയ. എന്റെ യേശു കർത്താവിലേക്ക് എന്നെ എന്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നവനാണ്, കൊണ്ടുവരുന്ന ആളത്വമാണ്. തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠത എന്താണ് എന്നും പരിശുദ്ധാത്മാവ് എത്രത്തോളം വലിയവനാണ് എന്നുമുള്ള ബോധ്യം വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രപഞ്ചത്തിലെ സർവവിധമായ ദുരാത്മ ബന്ധനങ്ങളെയും പൈശാചിക വ്യാപാരങ്ങളെയും അതിനെ എതിരിടുവാനുള്ള ബലം നമുക്ക് പകരുന്നവരാണ് പരിശുദ്ധാത്മാവ്. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയി. അവൻ പോയതെന്തിനെന്ന് തന്റെ തിരുവായ്മൊഴിയാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ പോകേണ്ടത് ആവശ്യമത്രേ, ഞാൻ പോയെങ്കിൽ മാത്രമേ മറ്റൊരുവരെ ഇങ്ങോട്ട് അയക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു കാര്യസ്ഥൻ വെളിപ്പെടാനുണ്ട്, ഒരുവൻ വരാനുണ്ട്. പരിശുദ്ധാത്മാവ് എന്തിനാ വരുന്നത്? അവനെ ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായ ദൈവമായ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് നമ്മുടെ സകല സത്യത്തിനും വഴി നടത്തേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പുറപ്പെടണം. ശക്തി എവിടെ നിന്ന് ലഭിക്കുന്നു? പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നു. റോമൻ ഭരണകൂടത്തിന്റെ ഭീകരതയുടെ മുമ്പിൽ പേടിച്ച് ഭയന്നിരുന്ന അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് നിറങ്ങി. പിന്നെ അവർ പേടിച്ചകത്തിരിക്കുകയായിരുന്നില്ല. പരിശുദ്ധാത്മാവ് നിറങ്ങിയപ്പോൾ അസാധാരണമായ വീരപ്രവൃത്തി അവരുടെ കൈയാൽ നടന്നു. ഹല്ലേലൂയ. രാജ്യങ്ങളെ ശിക്ഷപ്പെടുത്തുന്നു, ദേശങ്ങളെ അവകാശമാക്കുന്നു. ദൈവശക്തിയുടെ വ്യാപാരം പരിശുദ്ധാത്മാവ് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശത്രുവിന്റെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ശത്രുവിന്റെ സംഘടനാ ശക്തി, സംഘബലം, സംഘടിതമായ സംവിധാനങ്ങളെ ഓർത്ത് പേടിക്കുന്ന വ്യക്തിയെ, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടി ആരും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇല്ലെന്നോർത്ത് തലമുറിക്കുന്ന വ്യക്തിയെ ഇന്ന് തിരിച്ചറിഞ്ഞുള്ള പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സംഘടനാ സംവിധാനങ്ങൾക്കും ഒരു സംഘശക്തികൾക്കും നിന്നെ എതിരിടുവാൻ കഴിയത്തില്ലെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. മഹാശക്തിയായവൻ, പിശാചിന്റെ വഴിത്തലയ്ക്ക് വെച്ച് തടയുന്നവൻ, ദുഷ്ടദുരാത്മാക്കളെ അവർ നിന്നെ തൊടാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവൻ, നിന്റെ ശത്രുവിനെ ചെലവഴിക്കുന്നവൻ, ഒരു വഴിയായി വരുന്നതിനെ 7 വഴിയായി ചെലവഴിക്കുന്നവൻ, അവന്റെ ശക്തി ഇന്ന് ഈ മെസ്സേജിനകത്ത് നീ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യുക. ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മഹാശക്തിയുടെ വൈഭവം വെളിപ്പെടാൻ പോവുകയാണ്. നീ ഇരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചേർക്കാത്തവരെ സ്തുതിച്ചാട്ട്. ഞാനൊരു സാധാരണ വ്യക്തിയല്ലേ, എനിക്ക് എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും? എന്റെ വിഷയങ്ങൾ മല പോലെ വലുതാണ്. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുന്നിലേക്ക് തിരിച്ചറിഞ്ഞുകൊള്ളുക. പരിശുദ്ധാത്മാവിന്റെ കൃപയെ, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിന് വേണ്ടി കൊതിക്കുന്ന ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി അവൻ മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു വലിയ സൈന്യം നിനക്കെതിരെ പാളയമിറങ്ങിയാൽ ഭയപ്പെടരുത്. വിശുദ്ധ ജനമേ, ഭയപ്പെടരുത്. ഒരു സംവിധാനങ്ങൾക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ.
എനിക്കൊരു നായകനേ ഉള്ളൂ, ശങ്കുറപ്പുള്ളൊരു നായകൻ, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നായകൻ. ആ വാക്കുകൾ പലതവണ മാറ്റി പറയുന്ന മനുഷ്യരെ പോലെയുള്ളൊരുവനല്ല, വാക്ക് പറഞ്ഞ വിശ്വസ്തനായ ഒരുവൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3:11 വായിച്ചാൽ, മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പിന് ഉപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീരും സ്നാനമേൽപ്പിക്കും. യോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, യോഹന്നാൻ സ്നാപകന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ ശ്രേഷ്ഠനെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, ശ്രേഷ്ഠതയുള്ള ഒരുവൻ വരുന്നു. അവന്റെ പ്രത്യേകത, അവൻ പരിശുദ്ധാത്മാവിലും തീ കൊണ്ടും സ്നാനപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. മനസ്സിലാക്കുന്ന പൗലോസ് ശ്രദ്ധിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 3:5 വാക്യം, യോഹന്നാൻ 3:5. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, ബസല്യ, മാമലക് എന്ന പദങ്ങളുടെ അർത്ഥങ്ങളെ പറ്റി, അതിന്റെ വിശുദ്ധമായ വസ്തുക്കളെ പറ്റി മുൻ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കുവച്ചതാണ്. ദൈവരാജ്യം, പവർ ആൻഡ് അതോറിറ്റി, സയൻസ് ആൻഡ് വണ്ടേഴ്സ്. ആ രാജ്യത്തിലേക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തിയുടെയും അധികാരത്തിന്റെയും ആ രാജ്യത്തിലേക്ക് നിനക്ക് കടക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. മനസ്സിലാക്കുക. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം, യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. പിതാവിന്റെ അടുത്ത് നിന്ന് ഒരുവൻ വരാനിരിക്കുന്നു. യേശു പറയുക, ഞാൻ പിതാവിലേക്ക് മടങ്ങി പോകേണ്ടത് എന്തിനാണ്? ആ ഒരുവനെ കൊണ്ട് അയക്കുവാൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവർ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തനം ചെയ്തവരുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത, അവൻ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. മനസ്സിലാക്കുന്ന ശക്തിയെ സൂചിച്ചാണ്. ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും കാക്കുവാനല്ലയോ നമ്മളെ വാക്യം വെച്ചിരിക്കുന്നത്, അല്ലേ? യഹൂദന്റെ പ്രമാണങ്ങളുമായി എനിക്ക് ബന്ധമില്ല. പുതിയൊരു പ്രമാണം എന്റെ തമ്പുരാൻ എന്റെ ഹൃദയഭിത്തികളിൽ എഴുതിയിരിക്കുകയാണ്. രക്തം കൊണ്ടൊരു പ്രമാണം എന്റെ ഹൃദയഭിത്തികളിൽ അവർ എഴുതി. ആ പ്രമാണമാണ് എന്നെ നയിക്കുന്നത്. അത് എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ. ഹല്ലേലൂയ. 22 വായിച്ചത്, 23 വായിച്ചത്, 23 വാക്യം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പൊ നമ്മൾ പറയും, ഇതൊക്കെ നടക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? എങ്ങനെ ഇന്ദ്രിയജയം ഉണ്ടാവും?
എങ്ങനെ സമാധാനത്തോടെ ഈ സമാധാനപ്പെട്ട ലോകത്തിൽ ജീവിക്കും? സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചുറ്റും വളഞ്ഞുകൂടി എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പദ്ധതിയിടുന്ന എത്രയോ പേരുണ്ട്. ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാൻ വരുന്ന എത്രയോ പേരുണ്ട്. സ്നേഹം നടിച്ച് സമ്പത്ത് കൊള്ളയിടാൻ വരുന്ന എത്രയോ പേരുണ്ട്. സ്നേഹം നടിച്ചതിന്റെ എല്ലാം 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 നിന്നിൽ നിന്ന് പറിച്ചെടുക്കുവാൻ എടുത്തുകൊടുത്ത എത്രയോ പേരുണ്ട്. ഇവരുടെയൊക്കെ നടുവിൽ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും പാസ്റ്ററേ? അവരുടെ നടുവിൽ വിജയകരമായി ജീവിക്കാൻ ഒരേ ഒരു മാർഗം പരിശുദ്ധാത്മാവിനെ അറിയുക. പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തെ തിരിച്ചറിയുക. അതെങ്ങനെ സാധ്യമാണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ സകലതും പൂർത്തീകരിച്ചു. എന്നെ ഉയർത്തി മാനിക്കേണ്ടത് ഭാഷയല്ല, ഉയർച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ രോഗിയായിരിക്കാനല്ല, ഞാൻ ബലശാലിയായി ചലിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഈ ബോധ്യത്തിൽ നമ്മളെ ചലിപ്പിക്കണമെങ്കിൽ ആരുണ്ടാകണം? പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിൽ വന്ന് ഇറങ്ങണമേ. സത്യാത്മാവേ എന്നിലേക്ക് വന്ന് ഇറങ്ങണേ അപ്പാ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സകല പേര് അവന്റെ സാന്നിധ്യം വന്ന് ഇറങ്ങും. ചലിക്കാത്ത കൈകൾ ചലിക്കും, ചലിക്കാത്ത കാലുകൾ ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തിരിക്കുന്ന തലമുറ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന തുള്ളും. ഞാൻ ഈ അടുത്ത ഒരു സാക്ഷ്യം കണ്ടത്, ഒരു വീട്ടു മീറ്റിങ്ങിന് ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സിസ്റ്റർ അത് പറഞ്ഞു ഒരു ചലനമുണ്ടായി. അത് കഴിഞ്ഞ് ഒരു സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാതല്ല അങ്ങനെ റിപ്പോർട്ട് വന്നത്. ഹല്ലേലൂയ. സാധാരണ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ചില അവസ്ഥകളിലുള്ള നീ ബോധത്തില്ല. കേൾക്കുന്നുണ്ടോ? ഇന്ന അവസ്ഥ ഉണ്ടാവും, ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടാവും, ഇന്ന പ്രശ്നങ്ങൾ വരും, ഇന്ന വിഷയങ്ങൾ വരും. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവന്റെ വാക്കിനെ നീ ഉൾക്കൊണ്ടാവും. ലോകക്കാർക്കുണ്ടാകുന്ന വിഷയം നിനക്കുണ്ടാകത്തില്ലതേ. അയ്യോ അത്രയ്ക്ക് വിശുദ്ധിയുള്ളോ? എനിക്ക് വിശുദ്ധിയല്ല പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ വിശ്വസ്തതയുണ്ടാകും, സ്നേഹമുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, പരോപകാരം ഉണ്ടാകും. അല്ലേ? ഇതൊക്കെ സാധ്യമാകുമ്പോൾ പിന്നെ അശുദ്ധിക്ക് എവിടെ അടിസ്ഥാനം? അശുദ്ധമായി സകലത നിന്നെ വിട്ടൊഴിഞ്ഞു പോകും. നീ അവയെ പിടിക്കൽ അവ നിന്നെ വിട്ട് ഓടിക്കളെ. കാരണം ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒരു ബുൾഡോസർ ഇങ്ങനെ വരിക, ഒരു ബുൾഡോസർ വരുമ്പോൾ ആ സ്ഥലത്ത് വരുന്ന സ്ഥലത്ത് ഒത്തിരി മാക്രികൾ സംഘടിച്ചു. ഒരു വിഷയമായി പ്രത്യേകിച്ചത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട്, ഓൺലൈനിൽ പോകുന്നത് കൊണ്ട്, ചാനലിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരുപാട് മാക്രികൾ ഒന്നിച്ച് സമ്മേളിച്ചിട്ട് തീരുമാനമെടുക്കുക, ഈ ബുൾഡോസറിനെ ഒരടി മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ ബുൾഡോസറിനെ കിടന്ന് അരയാവുന്നതിനപ്പുറത്ത് ആ സംഘടിത ശക്തി കൊണ്ട് ഒന്നും സാധ്യമാകത്തില്ല. അറിയുന്നുണ്ടോ? നീ ഒരു മെതിവണ്ടിയാ. തിരിച്ചറിയുള്ള പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട നീ തിരിച്ചറിയുക. നീ ഒരു മെതിവണ്ടിയാണ്. നിനക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് ഒരായുധവും. അത് എന്തായുധമാണെന്നറിയോ? എന്ത് ബലമാണെന്നറിയോ? ഇത് എന്തായാലും രോഗമായിക്കോട്ടെ, സംഘടിത സംവിധാനങ്ങളായിക്കോട്ടെ, സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, ഭരണകൂടത്തിൻ്റെതായ ഇടപെടലുകളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ,
ബാധിക്കത്തില്ലേ? നിന്നെയൊന്നും ബാധിക്കത്തില്ലേ? ഹല്ലേലൂയ. വചനത്തോട് പ്രതികരിക്കുന്ന ജീവിതത്തിൽ അസാധാരണമായ ചിലത് സംഭവിക്കുക. നിന്റെ നാശം കൊതിക്കുന്നവരുടെ മുമ്പിൽ അവൻ നിന്നെ ഉയർത്തി. അത് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ നിന്നെ ഉയർത്തി ലോകക്കാർക്ക് അസൂയ ഉണ്ടാകുന്ന തരത്തിൽ ഒരു സംസ്ഥാന വിഷയமான തരത്തിലേക്ക് അവൻ നിന്നെ മാറ്റി മറിക്കാൻ പോവുകയാണ്. ഏറ്റെടുത്തോ, ചിലരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിനക്ക് വിരോധമായ ആയുധങ്ങളെ ചെലുത്തിക്കളയുക. നിന്റെ ശത്രുവിനെ തിരയും കണ്ടുകിട്ടുന്നില്ലേ? ഒരു സംഘടിത ശക്തിക്കും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ജാതി, മത, വർഗ സംവിധാനങ്ങളുടെ ഒരു പദ്ധതികൾക്ക് നീ ഒതുങ്ങി പോകുന്നില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന ഈ ലോകത്തെക്കാൾ വലിയവനാണ്. ഒറ്റ വാക്യം കൊണ്ട് പ്രപഞ്ചത്തിന് ആധാരമിട്ടവന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. അസാധാരണമായ ചിലത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം പകരുകയാണ്. ഏറ്റെടുക്കാവുന്നതായി കണ്ടോ ചിലത് സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ട് ഡോക്ടർമാർ പറയുന്നതിന്റെ അവസാന വാക്ക് മരിച്ചു അറിയിക്കേണ്ടവരെ അറിയിച്ചു. പേടിക്കണ്ട, ഉള്ളം പിടയരുത്, തിരിച്ചറിയുള്ള ഒറ്റ വാക്കുകൊണ്ട് സർവത്തിന് അടിസ്ഥാനമിട്ടവൻ അവന്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ടെങ്കിൽ മരണശക്തികൾ മാറിയിരിക്കും. മരണശക്തികൾ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിറകടിച്ചുയരുന്ന മഹാശക്തിയുടെ വ്യാപാരം കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ അവൻ നിങ്ങളെ ശക്തീകരിക്കുകയാണ്. അവൻ
നന്ദി പരിശുദ്ധനെ, നന്ദി അപ്പ, നന്ദി യേശുവേ. ഹല്ലേലൂയ. നിന്റെ ആത്മീയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ പലതും എഴുന്നേറ്റ് വരാം. ഭയപ്പെടരുത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെ, ധൈര്യത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, ശക്തിയുടെ ആത്മാവിനെ. ഹല്ലേലൂയ. രക്തസാക്ഷിയായി മാറാനല്ല എന്റെ അപ്പനെ വിളിച്ചേക്കുന്നത്, ശത്രുവിന്റെ കോട്ടയെ പൊളിക്കുന്നത്, ശത്രുവിന്റെ കോട്ടയെ പൊളിക്കുന്നത് നിന്നിലൂടെ. ഹല്ലേലൂയ. അപ്പ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പയുടെ നാമത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിനെ വിഭാഗിച്ച കഥ ഞാൻ പഠിച്ചല്ലേ, വായിച്ചല്ലേ. ഇതാ നിന്റെ മുൻപാകെ ആയിരിക്കുന്ന സമുദ്രം അതെത്ര വലുതാണെങ്കിലും, വർണ്ണകരമായ പലതും അതിനകത്തുണ്ടെങ്കിലും, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചിലത് വഴിമാറുകയോ, നിനക്ക് വേണ്ടി ചിലത് വഴിമാറുകയോ. നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന വാക്കുകളെ ചില പ്രവൃത്തി നടക്കാൻ പോവുകയാണ്, ചില പ്രവൃത്തി നടക്കാൻ പോവുകയാണ്, ചില പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. തടസ്സമായിരിക്കുന്ന ചില കല്ലുകൾ ഉരുണ്ട് മാറാൻ പോവുകയാണ്. നന്ദി പരിശുദ്ധനെ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. യുക്തിയുടെ ബോധം കൊണ്ട് പടച്ചുവിടുന്ന ആശയങ്ങളിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ കരം ക്ഷണിക്കാൻ പോവുകയാണ്. ഒരു നിരീശ്വരവാദിയായ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച എന്റെ അപ്പ അനുഭവം കൊണ്ട് ജീവിതത്തിൽ കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ, എന്നെ സ്പർശിച്ച, എന്നിലേക്ക് ഇറങ്ങിയുള്ള എന്റെ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അത് നിങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്, മാറ്റിമറിക്കാൻ പോവുകയാണ്. കാലഘട്ടത്തിന്റെ ആവശ്യകത ഹല്ലേലൂയ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില പ്രവാചകന്മാരെ, ചില ശുശ്രൂഷകന്മാരെ എന്റെ അപ്പ ഇതിനകത്ത് എഴുന്നേൽപ്പി. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ചില പദ്ധതികൾക്ക് വേണ്ടി എന്റെ കർത്താവ് നിങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് പലരും എഴുന്നേറ്റ് വരുമ്പോൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കുഞ്ഞെ, അപ്പ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനൊക്കെ തുണയായിരിക്കുന്നിടത്തോളം ഹല്ലേലൂയ. ശത്രുവിന്റെ വഴികളെ അടയ്ക്കുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ശത്രു ഇരിക്കണോ കിടക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ അധികാരമുള്ളവന്റെ കൃപ. അതിലാശ്രയം വെച്ചു, അതിലാശ്രയം വെച്ചു, അതിലാശ്രയം വെച്ചു. സ്വന്തം ബലത്തിലൂന്നി ചുവട് വെക്കുന്ന സകലത്തിനോട് മറുപടി പറയുന്ന സമയമായിരിക്കും ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അസാധാരണമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. സൗഖ്യത്താൽ, സാക്ഷ്യത്താൽ എന്റെ അമ്മ നിങ്ങളെ ഉറപ്പിക്കുന്നതിനെ ഓർമ്മിച്ചു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടി ഈ നാളിൽ നിങ്ങൾ കാണും. ആമേൻ. ഹല്ലേലൂയ. അതിശക്തന്മാരായ അനേകം പേരാൽ, അനേകം ദൈവദാസന്മാരുടെ പ്രവർത്തികളാൽ നമ്മുടെ ഭൂമി അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇപ്പൊ തകരും, കെടുകിട തകരും. ആ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിക്കട്ടെ. ഹല്ലേലൂയ. കാലഘട്ടത്തിന്റെ ആവശ്യകതയുമായി എഴുന്നേൽക്കുന്ന പ്രവാചകന്മാരെ കൊണ്ട്
ഈ പ്രപഞ്ചം പറയാൻ പോവുകയാണ്. നീ പറഞ്ഞാൽ ചിലത് നടക്കും. വലിയൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ലാസ്റ്റ് ബ്രൈഡിനെ ശുശ്രൂഷകൾ പതിവായി കാണുന്നവരോട് അപ്പയുടെ നാമം ഞാൻ ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ ഉണ്ടാവും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.